ഈ രണ്ട് സഖ്യകക്ഷികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റുമുട്ടുന്ന ഒരു ഭാഗത്ത് BJP നേതൃത്വം നൽകുന്ന NDA ഉണ്ട്. ആ NDA സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാട്ടിൽ കൂടുതൽ ശക്തമാണ് NDA എന്ന് പറയുന്നത്. കാരണം 2020 ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള രാംവിലാസ് പാസ്വാൻ രൂപീകരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി അത് NDAയ്ക്കൊപ്പമായിരുന്നില്ല. LJP ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. പക്ഷേ 2025 എത്തുമ്പോൾ ജനതാദൾ യുണൈറ്റഡിനും BJPക്കും ഒപ്പം ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടി കൂടി NDAയുടെ ഭാഗമാണ്. ജിതിൻ റാം മാഞ്ചിയെ പോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുണ്ട്. അത്തരത്തിൽ വളരെ സുശക്തമാണ് NDA ബീഹാറിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. 11 മണ്ഡലങ്ങളിൽ അവിടെ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ ഈ കോൺഗ്രസിലെ തന്നെ പല പാർട്ടികൾ തമ്മിൽ RJDയും കോൺഗ്രസും ഒരേ മണ്ഡലങ്ങളിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അവിടെ ഇടത് പാർട്ടികളുമായി തന്നെ കോൺഗ്രസ് പരസ്പരം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ആകെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും ഒക്കെയുള്ള ഭിന്നതകൾ ഇന്ത്യ സഖ്യത്തിനകത്ത് മഹാഗഡ്ബന്ധനകത്ത് നിലനിൽക്കുന്നു. മറുഭാഗത്താകട്ടെ കഴിഞ്ഞ വർഷമില്ലാത്ത അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒപ്പമില്ലാതിരുന്ന ലോക് ജനശക്തി പാർട്ടി കൂടി ഉള്ള ഒരു NDAയാണ് അവിടെ മഹാഗഡ്ബന്ധനുമായി ഏറ്റുമുട്ടുന്നത്. ഗൗതം, അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. പ്രചാരണത്തിലൊരു ശക്തമായ മുന്നേറ്റം നടത്താനോ മുഴുവൻ ഘടകകക്ഷി നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മെഗാ റാലികൾ സംഘടിപ്പിച്ച് മുന്നേറാനോ ഇന്ത്യ സഖ്യത്തിന് സാധിക്കാതിരുന്നത് പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും RJDക്കും കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കുമുള്ളിൽ ഉണ്ടായിട്ടുള്ള വലിയ അഭിപ്രായ വ്യത്യാസം അത് ആ മുന്നണിയുടെ നട്ടല്ലൊടിച്ചു എന്നുള്ളത് പ്രചാരണ വേളയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മറുവശത്ത് NDA കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക് ജനശക്തി പാർട്ടി സംസ്ഥാനത്ത് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ അത്രയധികം സ്വാധീനമുള്ള ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാൻ രൂപീകരിച്ച് നിലവിൽ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി NDAയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് സ്വതന്ത്രമായിട്ടായിരുന്നു മത്സരിച്ചത്. അവർക്ക് വലിയ വോട്ട് ബാങ്ക് സംസ്ഥാനത്തുണ്ട്. അന്ന് LJPയുടെ MLAമാരുടെ വിജയത്തിനപ്പുറത്തേക്ക് RJDയുടെ ഒരു വലിയ മാർജിൻ വോട്ട് കട്ട് ചെയ്യാൻ LJPക്ക് സാധിച്ചു. തുടർന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും LJPയെ BJPയും JDUവും NDA മുന്നണിയിലേക്ക് എടുത്തു. അന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 5 സീറ്റുകളിൽ 5ലും വിജയിച്ചുകൊണ്ടാണ് LJP കരുത്ത് കാട്ടിയത്. ആ LJP കൂടി 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ NDAയ്ക്കൊപ്പമുണ്ട്. NDA വളരെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രചാരണത്തിലേക്ക് കടന്നു. അത് വലിയ മേൽക്കൈ പ്രചരണ രംഗത്ത് NDAയ്ക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഒരു സുശക്തമായിട്ടുള്ള NDA, ഒരുമിച്ച് നിൽക്കുന്ന BJPയും JDUവും LJPയുമുള്ള NDA, മറുവശത്ത് സീറ്റ് വിഭജനത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രചാരണത്തിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളും. അതിൻ്റെ ഒരു വലിയ പ്രശ്നം ഈ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് മറികടക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഫലം വരുമ്പോൾ നോക്കിക്കാണേണ്ടത്. കാരണം RJD വളരെ ശക്തമായ മത്സരം പ്രചാരണം നടത്തുന്നുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ, അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ ജംഗിൾ രാജ് ഭരണം എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴും യാദവ് വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് കൂടെ നിർത്താനും കഴിഞ്ഞ 20 വർഷത്തെ നിതീഷ് കുമാർ ഭരണത്തെ അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ ഒരു തുടർച്ചയായി 20 വർഷം ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള എതിർവികാരത്തെ മുതലെടുത്തുകൊണ്ട് ശക്തമായി മുൻപോട്ട് കുതിക്കാനുള്ള പ്രവർത്തനവും പ്രചാരണവും RJD നടത്തുന്നുണ്ട്. പക്ഷേ ഒരു മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും അത്രയധികം ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ ആ മുന്നണിക്ക് 122 എന്ന സംഖ്യയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അഭിപ്രായ സർവേകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. RJD, തേജസ്വി യാദവിൻ്റെ RJD 60 മുതൽ 70 സീറ്റ് വരെ പരമാവധി പിടിച്ചേക്കാം. എങ്കിൽ പോലും ഇന്ത്യ മുന്നണി പിന്നീട് കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടെ 100-നപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നാണ് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ വോട്ടെടുപ്പ് എന്നുള്ള തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ജനങ്ങളുടെ ഉത്സവമാണ്. രാഹുൽ ഉൾപ്പെടെയുള്ളവർ എത്രത്തോളം അതിൽ ഈ അട്ടിമറി നടക്കുന്നുവെന്ന് ആരോപിച്ചാൽ പോലും ലോകത്ത് തന്നെ ഏറ്റവും സുതാര്യമായി ജനാധിപത്യത്തെ അതിൻ്റെ ഏറ്റവും മനോഹരമായി കൊണ്ടാടുന്ന പ്രവർത്തിക്കുന്നൊരു രാജ്യമാണ് ഭാരതം എന്നുള്ളത്. ആ ക്രമീകരണത്തിൽ ജനങ്ങൾ അവരുടെ തീരുമാനങ്ങൾ വോട്ടായി വിനിയോഗിക്കും.
നൽകിയിരിക്കുന്നു. അത് നമ്മൾ ഈ പറയുന്ന വിശകലനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അപ്പുറത്തേക്ക് എന്ത് ബീഹാറിൻ്റെ ജനത ചിന്തിക്കുന്നു എന്നുള്ളതറിയാൻ 14-ാം തീയതി വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ രാഷ്ട്രീയ വിലയിരുത്തലുകൾ എന്നുള്ളത് RJD ശക്തമായ മത്സരം കാഴ്ചവെച്ചു. പക്ഷേ ഈ കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള ഘടകകക്ഷിയിലെ മറ്റ് പാർട്ടികൾ അത്രയധികം ശക്തമല്ലാത്തതിനാൽ അവരുടെ മോശം പ്രകടനം കാരണം 100-നപ്പുറത്തേക്ക് സീറ്റുകൾക്ക് ഇന്ത്യ മുന്നണി പോകാൻ സാധ്യതയില്ല. NDA ആകട്ടെ 120 മുതൽ 140 സീറ്റ് വരെ പരമാവധി നേടാൻ സാധ്യതയുണ്ട്. ഓക്കെ ജിഷ്ണു.